ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ലൈനിങ് ബ്ലൗസ് സ്റ്റിച്ചിങ് എങ്ങനെയാണെന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രദ്ധിക്കുക. അത് കുറച്ച് ലോങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ബാക്കാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ബാക്ക് ലൈനിങ്ങിൽ ക്യാൻവാസ് ഒട്ടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ക്യാൻവാസ് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരു ക്ലോത്ത് വെച്ചാലും മതി. ഓക്കെ, നമ്മളിങ്ങനെ ഹെമ്മിങ് അല്ല ചെയ്യുന്നത്, സ്റ്റിച്ച് ചെയ്തിട്ട് തിരിക്കുകയാണ്. അതായത് നെക്ക് ഒരു അരയിഞ്ച് വെച്ച് അടിച്ചിട്ട് തിരിച്ച് സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പം അതിനാണ് ഇതുപോലെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നല്ല കട്ടിയുള്ള തുണിയാണ് മെയിൻ പീസ് എന്നുണ്ടെങ്കിൽ ഈ പീസും ക്യാൻവാസ് ഒന്നും വെക്കണ്ട, നോർമലായിട്ട് അടിച്ചു വിട്ടാൽ മതി. അതല്ല തുണി ഒരുപാട് നൈസാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ രണ്ടിലേതെങ്കിലും ഒന്ന് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിടാം. അതല്ലെങ്കിൽ നമുക്ക് നെക്ക് പിരിഞ്ഞ് വരും. അതേപോലെ ഈ ആലിലെ കഴുത്തൊക്കെ വെക്കുമ്പോൾ അതിലും ഈ താഴ്ഭാഗ കോൺ ഷേപ്പിൻ്റെ അവിടെ ഇങ്ങനെ വിരിഞ്ഞ് കീറി വരും. അപ്പോൾ അതിനൊക്കെയാണ് നമ്മൾ ക്യാൻവാസ് അതല്ലെങ്കിൽ ക്ലോത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഇതിൽ ക്യാൻവാസിൻ്റെ ആവശ്യമില്ല, വീഡിയോയ്ക്കായിട്ട് ബാക്ക് പീസിൽ മാത്രം ക്യാൻവാസ് വെച്ച് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് ലൈനിങ്ങിൻ്റെ നല്ല വശം നമ്മുടെ നെക്ക് വരുന്ന പോലെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ലൈനിങ് വെച്ചിട്ട് ഞാൻ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ആ ലൈനിങ്ങിൻ്റെ ആ അളവിൽ തന്നെ കട്ട് ചെയ്താൽ മതി കേട്ടോ. 1/4 ഇഞ്ച് ഇല്ലെങ്കിൽ 1/2 ഇഞ്ച് നമ്മൾ എത്രയാണോ തയ്യൽ തുമ്പ് വിട്ടിട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിനനുസരിച്ചിട്ട് മെയിൻ പീസ് ബാലൻസ് ഉള്ളത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ആ ഒരു റൗണ്ട് ഷേപ്പ് വരുന്ന അവിടെ അടുപ്പിച്ചടുപ്പിച്ച് ചെരിച്ചിട്ടൊന്ന് കൊതഞ്ഞ് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ റൗണ്ട് ഷേപ്പ് നല്ല ഭംഗിയിൽ കിട്ടും കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ലൈനിങ് പീസിൻ്റെ മുകളിലൂടെ ഒരു പതിച്ചടി കൊടുക്കണം. അപ്പോൾ ബാക്ക് പീസിൻ്റെ നെക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ലൈനിങ് മെയിൻ പീസിൽ ഇപ്പോൾ ഇരുത്തണ്ട, നമുക്ക് ബാലൻസ് ഉള്ള ഷോൾഡർ ജോയിൻ ചെയ്യുന്ന ആ ഒരു ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് നമുക്ക് ലൈനിങ് ഇരുത്താവുന്നതാണ് മെയിൻ പീസിൽ. പിന്നെ നമുക്ക് അടുത്തതായിട്ട് ഫ്രണ്ട് പീസിലും കൂടി ഒന്ന് ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാനിതിൽ ക്യാൻവാസോ എക്സ്ട്രാ ക്ലോത്തോ വെച്ചിട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് ഞാൻ ലൈനിങ്ങും മെയിൻ പീസും മാത്രം വെച്ചിട്ടാണ് കേട്ടോ നെക്ക് ചെയ്തെടുക്കുന്നത്. മെയിൻ പീസിൻ്റെ നല്ല ഭാഗം മുകളിലേക്ക് വരുന്ന പോലെ വെക്കുക. അതേപോലെ തന്നെ ലൈനിങ്ങും അതായത് നമ്മൾ നേരത്തെ ബാക്ക് പീസിൽ എങ്ങനെയാണോ ചെയ്തത് അതേ രീതിക്ക് തന്നെ ഇതും ചെയ്യുക. എന്നിട്ട് നെക്ക് 1/4 ഇഞ്ച് അല്ലെങ്കിൽ 1/2 ഇഞ്ചിൽ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നെക്കിൻ്റെ അതേ ഷേപ്പിൽ നിങ്ങൾ ഏത് ഷേപ്പാണോ ചെയ്യുന്നത് ആ ഷേപ്പിൽ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബാക്ക് പീസിൽ ചെയ്ത പോലെ തന്നെ ബാലൻസ് വരുന്ന ആ പീസ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു റൗണ്ട് ഷേപ്പിൻ്റെ ഭാഗത്തൊന്ന് കൊതഞ്ഞിട്ട് തിരിച്ച് പതിച്ചടി കൊടുക്കുക. അതായത് ലൈനിങ് പീസിലാണ് പതിച്ചടി കൊടുക്കേണ്ടത്. അപ്പം ഒന്ന് പതിച്ചടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രണ്ട് നെക്ക് പതിച്ചടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മെയിൻ പീസിൻ്റെ ചീത്ത വശത്തിലേക്ക് ഇതേപോലെ തിരിച്ചിട്ട് ആ ലൈനിങ്ങിൻ്റെ ആ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ അതിലൂടെ നെക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാതെ അയൺ ചെയ്തെടുത്താലും മതി, അപ്പോൾ ഒന്നും കൂടി ഫിനിഷിങ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ ലൈനിങ് വാഷ് ചെയ്ത ശേഷം കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ നോക്കുക. അതല്ല ഞാൻ ലൈനിങ് വാഷ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും സ്റ്റിച്ച് ഇട്ടിട്ട് എടുക്കുക. അതല്ലെങ്കിൽ ഒരു വാഷ് കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ ലൈനിങ് നെക്കിൻ്റെ പുറത്തേക്ക് വന്നിട്ട് ബോറായിട്ടുണ്ടാവും നമ്മൾ ബ്ലൗസ് വെയർ ചെയ്യുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഒരു സ്റ്റിച്ചും കൂടി ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചീത്ത വശത്ത് അതായത് ലൈനിങ് ഉള്ള ഭാഗത്ത് ആ പോയിന്റിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നല്ല വശത്ത് വെച്ച് ചെയ്യുന്നതിനെക്കാട്ടിലും ഒന്നും കൂടി ഫിനിഷിങ് ഉണ്ടാവുക ഇതുപോലെ ലൈനിങ്ങിൻ്റെ ഭാഗത്ത് വെച്ചിട്ട് നെക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോഴായിരിക്കും. എന്നിട്ട് നമ്മൾ നെക്ക് കഴിഞ്ഞിട്ട് ബോഡി പീസ് അതായത് ഫ്രണ്ട് പീസ് ലൈനിങ് ഇരുത്തി കൊടുക്കുക. അപ്പോൾ ഞാനിതിൻ്റെ മുമ്പ് ഒരു ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലൈനിങ് മെയിൻ പീസിൽ അറ്റാച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നെക്കിൻ്റെ ആ ഭാഗത്തിൽ നിന്നും ചെരിച്ചിട്ട് അതായത് ഒരു കോർണറിൻ്റെ അവിടെ നിന്ന് മറ്റൊരു കോർണർ വരെ ചെരിച്ച് ലോങ് സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ നമുക്ക് ഇതേപോലെ ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. നമ്മൾ അതുപോലെ ക്രോസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ തുണി എവിടേക്കും അനങ്ങാതെ കറക്റ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ കിട്ടും. അതുകൊണ്ടാണ് അതുപോലെ പറഞ്ഞത്. അപ്പോൾ അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഐ കാർഡിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ബാലൻസ് വരുന്ന ക്ലോത്തൊക്കെ കട്ട് ചെയ്ത് മാറ്റുക. ഇതേപോലെ തന്നെ മറ്റൊരു ഫ്രണ്ട് പീസും കൂടി ഉണ്ടല്ലോ അതും കൂടി ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കിവിടെ ഫ്രണ്ട് പീസ് രണ്ടും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിതിൽ ടക്കാണ് ചെയ്ത് കൊടുക്കേണ്ടത്.
അപ്പോൾ ഇത് എനിക്ക് 2-3 ബ്ലൗസ് ഒരുമിച്ച് കിട്ടിയതുകൊണ്ട് ഒപ്പം വെച്ചിട്ട് മാർക്ക് ചെയ്തുകൊണ്ടാണ് ഈ ടക്കിൻ്റെ ആ ഭാഗത്തൊന്നും മാർക്കിംഗ് ഇല്ലാത്തത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ അതൊന്ന് കറക്റ്റായിട്ട് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. കൈക്കുഴിയുടെ അവിടുത്തെ ടക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിപ്പോൾ മാർക്ക് ചെയ്യുന്നില്ല. ഞാൻ മെയിൻ ടക്കിൻ്റെ അവിടെ നിന്ന് അത് കൈക്കുഴിയുടെ അവിടുത്തെ ടക്കിലേക്കുള്ള ഡിസ്റ്റൻസ് മാത്രമേ മാർക്ക് ചെയ്യുന്നുള്ളൂ. ഇനി നമുക്ക് മെയിൻ ടക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ മാർക്ക് ചെയ്ത ആ പോയിൻറ്റിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ആ കോണ് വരുന്നുണ്ടല്ലോ, ഈ ഭാഗത്ത് കെട്ടിടാതെ തിരിച്ചിട്ട് ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഓക്കെ, ആ കോൺ ഭാഗത്ത് ഇതുപോലെ നൂലുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ളതുകൊണ്ട് പിരിഞ്ഞ് വരില്ല. നമ്മൾ കെട്ടിടുമ്പോൾ ആ ഒരു കപ്പിൻ്റെ ഷേപ്പ് കിട്ടില്ല. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ കൊക്കിയുടെ അവിടുത്തെ ആ ഒരു ടക്കും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. നൂല് കട്ട് ചെയ്യാതെ ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നമുക്ക് കൈക്കുഴിയുടെ ആ ടക്കും കൂടി സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഈ 2 ടക്കും ഇതേപോലെ പിടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കൈക്കുഴിയുടെ ആ ഭാഗത്തെ ടക്ക് നമുക്ക് തനിയെ കിട്ടും. പിന്നെ നമുക്ക് ഈ കൈക്കുഴി ടക്കും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1/4 ഇഞ്ച് എത്രയാണോ നിങ്ങൾ അളവ് എടുത്തത് ആ അളവിൽ ടക്ക് പിടിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുമ്പോൾ കൈക്കുഴിയുടെ അവിടുത്തെ ടക്ക് മാർക്ക് ചെയ്യാൻ കിട്ടിയില്ലെങ്കിൽ ഇതുപോലെ ചെയ്താലും മതി. ഇതും നേരത്തെ പറഞ്ഞ പോലെ ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പോൾ ചെയ്ത പോലെ തന്നെ ഇനിയൊരു ഫ്രണ്ട് പീസും കൂടി ഉണ്ടല്ലോ, അപ്പോൾ അതും ഇതേ രീതിക്ക് തന്നെ ടക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഓക്കെ, ഇനി നമുക്ക് സ്ലീവാണ് ചെയ്യേണ്ടത്. അപ്പോൾ സ്ലീവും നേരത്തെ നമ്മൾ ബാക്കും ഫ്രണ്ടും ചെയ്ത പോലെ തന്നെ മെയിൻ പീസ് നല്ല ഭാഗം മുകളിലേക്ക് വരുന്ന പോലെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ലൈനിങ് വെച്ചിട്ട് താഴ്ഭാഗം, അതായത് നമ്മൾ 1/2 ഇഞ്ചോ 1/4 ഇഞ്ചോ തയ്യൽ തുമ്പ് വിട്ടിട്ടുണ്ടാവുമല്ലോ, ആ പീസ് അതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ വെച്ചിട്ട് ഞാൻ 1/2 ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൊടുത്തത്. അപ്പോൾ 1/2 ഇഞ്ച് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്ലീവ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ ഇതിന് മുമ്പ് സ്റ്റിച്ച് ചെയ്ത ആ സ്ലീവ് എവിടെയാണോ അവസാനിച്ചത്, അതായത് ഇവിടെ നിന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മുടെ ഭാഗം ഈ ഭാഗത്ത് ബാക്ക് സൈഡാണോ ഫ്രണ്ട് സൈഡാണോ എന്നുള്ളത് നോക്കുക. അതായത് ഫ്രണ്ട് സൈഡ് കുഴിച്ച് വെട്ടിയ ഭാഗവും ബാക്ക് സൈഡ് കുഴിച്ച് വെട്ടാത്ത ഭാഗവുമാണ്. അപ്പം നിങ്ങൾക്ക് ബാക്ക് സൈഡാണ് ലാസ്റ്റ് വന്നതെന്നുണ്ടെങ്കിൽ ഇനി സ്റ്റിച്ച് ചെയ്യാൻ പോകുന്ന സ്ലീവും ബാക്ക് സൈഡിൽ നിന്ന് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. അതായത് നിങ്ങൾ ഫസ്റ്റ് സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് എവിടെയാണോ നിൽക്കണം എന്നുള്ളത് നോക്കുക. അപ്പോൾ എനിക്കിവിടെ ബാക്ക് സൈഡാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇനി സ്റ്റിച്ച് ചെയ്യുന്ന സ്ലീവ് സ്റ്റാർട്ട് ചെയ്യുന്നതും ആ ബാക്ക് സൈഡത്തെ ഭാഗം വെച്ചിട്ടാണ്. ഇത് നിങ്ങൾ ശ്രദ്ധിക്കാതെ സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് ഈ ബാക്കും ഫ്രണ്ടും സ്ലീവിൻ്റെ മാറിപ്പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ കാര്യം ശ്രദ്ധിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് ഈ ലൈനിങ് പീസിൻ്റെ മുകളിൽ പതിച്ചടിയല്ല, ഒരു 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ, അതായത് ബാക്കിലുള്ള ആ പീസും കൂടി തട്ടണം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിൽ. ഓക്കെ, അപ്പോൾ അതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എനിക്കിവിടെ ഒരു 1/2 ഇഞ്ചിൻ്റെ മുകളിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ ലൈനിങ് സ്ലീവിന് പുറത്തേക്ക് തൂങ്ങി നിൽക്കില്ല നമ്മൾ വാഷ് ചെയ്ത ശേഷം. ഓക്കെ, അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇനി നമുക്ക് ഈ സ്ലീവിന് ഒരു പതിച്ചടി കൊടുക്കണം. ഈ പോയിന്റിലായിട്ട് പതിച്ചടി കൊടുക്കുക. അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാഷ് ചെയ്തിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പിൻ്റെ ആവശ്യമില്ല കേട്ടോ. നമുക്ക് നല്ല അയൺ ചെയ്താൽ സ്റ്റിച്ചൊന്നും പുറത്ത് കാണാതെ നല്ല ഫിനിഷിങ്ങിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഞാനിവിടെ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 സ്ലീവിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഫ്രണ്ടും ബാക്കും ചെയ്ത പോലെ ലൈനിങ്ങും ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ചെയ്ത പോലെ തന്നെ ഞാനിവിടെ 2 സ്ലീവും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ബെൽറ്റാണ് സ്റ്റിച്ച് ചെയ്യാനുള്ളത്. അപ്പോൾ ബെൽറ്റിനായിട്ട് നമ്മൾ എക്സ്ട്രാ പീസ് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ മെയിൻ പീസും പിന്നെ ലൈനിങ് പീസും അതേപോലെ എക്സ്ട്രാ വേറെ ഏതെങ്കിലും ഒരു ക്ലോത്ത്, അതായത് കനത്തിനനുസരിച്ചിട്ടാണ്. തുണിയുടെ കനം കൂടുതലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പീസ് വെച്ചാൽ മതി. അതിൽ ലൈറ്റായിട്ടുള്ള കനമാണെന്നുണ്ടെങ്കിൽ ഒരു 2 പീസ് എക്സ്ട്രാ കൊടുക്കാം. ഓക്കെ, എന്നാലേ ആ ഒരു ബെൽറ്റ് ഫിനിഷിംഗ് ആയിട്ടുണ്ടാവുള്ളൂ. അപ്പം ഞാനിവിടെ ആദ്യം 2 പീസ് ക്രേപ്പ് തുണിയാണ് കേട്ടോ. അത് അത്ര കനവുമില്ല, അതുകൊണ്ട് 2 തുണി എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമ്മൾ മെയിൻ പീസാണ് വെക്കുന്നത്. അതായത് നമ്മുടെ ബ്ലൗസിൻ്റെ മെയിൻ പീസ് വെക്കുന്നുണ്ട്. അതിൻ്റെയും മുകളിലാണ് ലൈനിങ് പീസ്, അതായത് നമ്മൾ കറക്റ്റായിട്ട് വെട്ടി വെച്ച് ആ ബെൽറ്റിൻ്റെ ആ പീസ് വെക്കുന്നത്. ഇനി നമുക്ക് 1/4 ഇഞ്ച് അല്ലെങ്കിൽ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക.
ഇനി നമുക്ക് അടുത്തതായിട്ട് ഈ ലൈനിങ് പീസിന് ഇതേപോലെ തിരിച്ചിട്ടിട്ട് ഒരു പതിച്ചടി കൊടുക്കുക. ലൈനിങ് പീസിൻ്റെ മുകളിലേക്ക് ഇതേപോലെ ഒന്ന് പതിച്ചടി അടിച്ചു കൊടുക്കുക. നമ്മൾ പതിച്ചടി അടിച്ചു കൊടുത്തിട്ട് നമ്മൾ സ്ലീവൊക്കെ ചെയ്ത പോലെ തന്നെ ലൈനിങ് പീസിന് ഇതേപോലെ തിരിച്ചിട്ടിട്ട് ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഈ പീസിൽ, അതായത് നമ്മൾ 3 പീസ് വെച്ചിട്ടുണ്ടല്ലോ, ആ പീസിൽ ലൈനിങ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാനിതിൽ ഓവർലോക്കാണ് ചെയ്യാൻ പോകുന്നത്, അതുകൊണ്ടാണ് ഇത് ഫുള്ളും ക്ലോസ് ചെയ്തത്. അതല്ലാതെ നിങ്ങൾക്ക് പീസിൽ കാണാതെ ബെൽറ്റ് പീസ് സ്റ്റിച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഓവർലോക്ക് ചെയ്യാതെ സ്റ്റിച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനായിട്ടുള്ള വീഡിയോ ഞാനിവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കും കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിൽ പോയി കാണുക, എന്നിട്ട് അതേപോലെ ചെയ്യുക. അതല്ലെങ്കിൽ ഓവർലോക്ക് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ആ തിരിച്ച് മടക്കിയ ഭാഗത്ത് ഒരു 4 ഇഞ്ച് അല്ലെങ്കിൽ 1/2 ഇഞ്ചിൽ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ബാലൻസ് ഉള്ള ആ പീസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇതേപോലെ തന്നെ നമുക്ക് വേറെ ബെൽറ്റ് പീസും കൂടി ഒന്ന് റെഡിയാക്കി കൊടുക്കണം. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ബെൽറ്റ് പീസിന് മെയിൻ പീസിലേക്ക്, ഫ്രണ്ട് പീസിലേക്ക് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ആ ബെൽറ്റ് പീസിൻ്റെ ആ ഒരു കോർണർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക, എന്നാലും നമുക്ക് ജോയിൻ ചെയ്യാൻ നല്ല എളുപ്പമായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇതേപോലെ വെച്ചിട്ട്, അതായത് മെയിൻ പീസിൻ്റെ നല്ല വശവും ബെൽറ്റ് പീസിൻ്റെ ചീത്ത വശം മുകളിലേക്ക് വരുന്ന പോലെയും ഇതിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഇതേപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം. മെയിൻ ടക്ക് ഈ പീസ് ബാക്ക്, അതായത് തയ്യൽ തുമ്പിൻ്റെ ആ ഭാഗത്തേക്കായിട്ട് വരുന്ന പോലെ വെച്ചിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അല്ലാതെ ഇത് കറക്റ്റായിട്ട് ഇതേപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യരുത്, അപ്പോൾ കപ്പിൻ്റെ ഷേപ്പ് കിട്ടില്ല. ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് തയ്യൽ തുമ്പിൻ്റെ ആ ഭാഗത്തേക്കായിട്ട് മടക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് 4 ഇഞ്ച് അല്ലെങ്കിൽ 1/2 ഇഞ്ച് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ തന്നെ വേറൊരു ഫ്രണ്ട് പീസും കൂടി ഉണ്ടല്ലോ, അതും ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തത് ഇതേപോലെ കറക്റ്റാണോ എന്ന് വെച്ച് നോക്കുക കേട്ടോ. ഹുക്ക് വെക്കുന്ന ഭാഗം രണ്ടും കറക്റ്റാണോ എന്ന് നോക്കുക. കറക്റ്റ് അല്ലെങ്കിൽ ഇപ്പം തന്നെ നമുക്കതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാവുന്നതാണ്. അതല്ലാതെ ഹുക്കിൻ്റെ പീസൊക്കെ വെച്ച് ജോയിൻ ചെയ്തിട്ട് പിന്നീട് ഈ പ്രശ്നം വരുമ്പോൾ നമുക്ക് ഇതൊക്കെ അഴിക്കേണ്ടി വരും. അപ്പോൾ എനിക്കിവിടെ കറക്റ്റാണ്, അതുകൊണ്ട് ഞാൻ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പം നമുക്കിവിടെ 2 ഫ്രണ്ട് പീസും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് കൊക്കിയും ആ ഹോളിൻ്റെ പീസും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഭാഗത്താണോ കൊക്കി വെക്കേണ്ടത് അതിനനുസരിച്ച് വെക്കുക കേട്ടോ. അളവ് ബ്ലൗസ് ആണെന്നുണ്ടെങ്കിൽ അളവ് ബ്ലൗസിൽ എങ്ങനെയാണോ ഏത് ഭാഗത്താണോ വെച്ചിട്ടുള്ളത് അതേപോലെ വെക്കുക. അപ്പോൾ ഞാനിവിടെ ഫ്രണ്ട് പീസിൻ്റെ നല്ല വശത്ത് ഇതേപോലെ കൊക്കിക്കായിട്ടുള്ള പീസ്, ആ പീസ് വെച്ചിട്ട് 4 ഇഞ്ച് അല്ലെങ്കിൽ 4 ഇഞ്ച് ഒരു പോയിൻറ്റും ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ നമ്മുടെ കൊക്കിയുടെ അവിടുത്തെ ടക്ക് വരുന്ന ആ ഭാഗത്ത് ഈ പീസ് ചെറിയൊരു ഫ്ലീറ്റ് കേട്ടോ, ഒരു പോയിൻറ്റിലേക്ക് ഫ്ലീറ്റ് കൊടുത്തിട്ട് അതേപോലെ തന്നെ താഴ്ഭാഗം വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് താഴെ ഒന്ന് കെട്ടിട്ടെടുക്കുക. ഇനി നമുക്കിതൊന്ന് പതിച്ചടി അടിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഫ്ലീറ്റ് ഇട്ടിട്ട് ചെയ്യുമ്പോൾ നല്ല ഫിനിഷിംഗ് ആയിരിക്കും ഫ്രണ്ട് പീസ് കാണാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ പതിച്ചടി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ചീത്ത വശത്തേക്ക് ഇതേപോലെ തിരിച്ചിട്ട് എക്സ്ട്രാ വരുന്ന പീസ് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട്, അതായത് ഈ പീസ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ കൊക്കിയുടെ പീസ് ഒരിക്കൽ ഒന്ന് മടക്കി കൊടുക്കുക. അതേപോലെ ഒന്നും കൂടി ഇതിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഇതേപോലെ ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുക. ആ ഓപ്പൺ ആയിട്ടുള്ള ഭാഗം ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ഈ പീസിൻ്റെ ആ എൻഡിലൂടെ, ലാസ്റ്റ് ആ പോയിൻറ്റിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നാലേ അത് കാണാനൊരു ഭംഗി ഉണ്ടാവുള്ളൂ. എന്നിട്ട് ആ ഫ്ലീറ്റ് നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ആ ഭാഗം ഒന്നിങ്ങനെ നല്ല നീവി കൊടുക്കുക. ആ ഫ്ലീറ്റ് അവിടെ ഇങ്ങനെ കുമിഴ് പോലെ നിൽക്കാതിരിക്കാനായിട്ട് ഒന്ന് നീവി കൊടുത്തിട്ട് മുകളിൽ ബാലൻസ് വരുന്ന പീസ് ഇതേപോലെ ഉള്ളോട്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് അതും നേരത്തെ നമ്മൾ താഴ്ഭാഗം എങ്ങനെയാണോ സ്റ്റാർട്ട് ചെയ്തത് അതേപോലെ തന്നെ ഈ മുകൾ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ആ മുകളിൽ ഓപ്പണുള്ള ഭാഗം ഒന്ന് ക്ലോസ് ചെയ്തിട്ട് വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ കൊക്കി വെക്കുന്ന പീസ് ഇവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഫ്രണ്ട് പീസ് കാണുമ്പോൾ പറയാം നല്ല വൃത്തിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടാവും. നമ്മൾ ആ ഫ്ലീറ്റ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു വലിച്ച് പിടിച്ച പോലെ ആയിരിക്കും ആ കൊക്കിയുടെ അവിടുത്തെ ആ ടക്ക് ഭാഗം വരിക. നമ്മൾ ഫ്ലീറ്റ് കൊടുത്തതുകൊണ്ട് ഒന്നും കൂടി ഭംഗിയിൽ നിൽക്കും. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ട് ഹോള് വെക്കാനുള്ള പീസ് റെഡിയാക്കാം.
അപ്പോൾ അതിനും ഇതേപോലെ തന്നെ ഇതിൽ 2 തരത്തിൽ ചെയ്യാം കേട്ടോ. നല്ല വശത്തിൽ വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് ഇതേപോലെ തിരിച്ചിട്ടും ആ ഹോൾ പീസ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതല്ലെങ്കിൽ ചീത്ത വശത്തുനിന്ന് ഫ്രണ്ടിലേക്ക് നല്ല വശത്തേക്ക് തിരിക്കാം. അപ്പോൾ ഞാനിവിടെ ചീത്ത വശത്ത് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ മുകളിൽ ഒരു 1/2 ഇഞ്ച്, താഴെ ഒരു 1/2 ഇഞ്ച് വരുന്ന പോലെ ഒരു പീസ് എടുക്കുക. എന്നിട്ട് നമ്മൾ 1/4 ഇഞ്ച് അല്ലെങ്കിൽ 1/4 ഇഞ്ച് ഒരു പോയിൻ്റ് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതിൽ പ്ലീറ്റ് കൊടുക്കണ്ട, ഹുക്കിൻ്റെ ആ പീസിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് നമുക്കിതിന് നല്ല വശത്തേക്കൊന്ന് തിരിച്ചിട്ടിട്ട് ഈ താഴത്തെ പീസ് ഒന്ന് ഉള്ളോട്ടായിട്ട് മടക്കി കൊടുക്കുക. അപ്പോൾ എനിക്കിവിടെ പീസ് തികയാത്തതുകൊണ്ടാണ് ഞാൻ ലൈനിങ് പീസിൽ വെച്ചിട്ടുള്ളത്. അതല്ലാതെ ഹുക്ക് വെക്കാനുള്ള ആ പീസ് നമ്മുടെ ബ്ലൗസ് പീസ് മെയിൻ പീസ് തന്നെ വെക്കുമ്പോൾ ഒന്നും കൂടി വൃത്തി ഉണ്ടാവും ബ്ലൗസ് ഇടുമ്പോൾ. അപ്പോൾ അതുണ്ടെങ്കിൽ അത് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ പീസ് ഒന്ന് ഉള്ളോട്ടായിട്ട് മടക്കി കൊടുത്തിട്ട് ഇവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് ഇതേപോലെ മടക്കുന്നുണ്ട്. എന്നിട്ട് ഈ പീസിന് നമ്മൾ നേരത്തെ ജോയിൻ ചെയ്യുന്ന ആ ഒരു സ്റ്റിച്ച് ഉണ്ടല്ലോ, ആ സ്റ്റിച്ചിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതും നേരത്തെ പറഞ്ഞ പോലെ ആ പോയിൻറ്റിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ആ പോയിൻറ്റിൽ സ്റ്റിച്ച് ചെയ്താലേ കാണാനൊരു ഭംഗി ഉണ്ടാവുള്ളൂ കേട്ടോ ബ്ലൗസ്. നമുക്ക് ഇടുമ്പോൾ മാത്രമല്ല സ്റ്റിച്ച് ചെയ്തിട്ട് ബ്ലൗസ് കാണുമ്പോഴും ആ ഒരു ഫിനിഷിങ് ഉണ്ടാവണം. അതേപോലെ തന്നെ മുകളിലത്തെ പീസ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എനിക്കിവിടെ പീസ് തികയാത്തത് കൊണ്ടാണ് ഇത്രയും ചെറിയ പീസ് വിട്ടിട്ടുള്ളത്. ഇതിൽ 1/2 ഇഞ്ച് തൊട്ടിട്ട് 1 ഇഞ്ച് വരെ നമുക്ക് പീസ് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഹുക്കിൻ്റെ പീസിലേക്ക് എങ്ങനെയാണോ ചെയ്ത് അതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ ഹോള് വെക്കുന്ന പീസിൽ നമുക്ക് ഒരു 1/4 ഇഞ്ച് വിട്ടിട്ടും കൂടി ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് താഴ്ഭാഗത്ത് നിന്നും ഇതേപോലെ ആ ഓപ്പൺ ആയിട്ടുള്ള ഭാഗം ഒന്ന് ക്ലോസ് ചെയ്തിട്ട് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തുവല്ലോ അതിൽ നിന്നും ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കാം കേട്ടോ. അപ്പം നമുക്കിവിടെ ഫ്രണ്ട് പീസിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ബാക്ക് എടുത്തിട്ട് ലൈനിങ് മുകളിലേക്ക് വരുന്ന പോലെ, അതായത് നെക്കിൻ്റെ ആ ഭാഗത്തേക്ക് വരുന്ന പോലെ ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച് ഫ്രണ്ട് പീസും കൂടെ എടുക്കുക കേട്ടോ. ഫ്രണ്ട് പീസ് എടുത്തിട്ട് ഫ്രണ്ട് പീസിൻ്റെ നല്ല വശവും ബാക്ക് പീസിൻ്റെ നല്ല വശവും ഇതേപോലെ നേർക്ക് നേരെ നോക്കുന്ന പോലെ വെക്കുക. എന്നിട്ട് ഈ ഭാഗത്തായിട്ട്, അതായത് നമ്മൾ ലൈനിങ്ങും മെയിൻ പീസും കൂടി ജോയിൻ ചെയ്ത ആ പോയിൻ്റ് ഉണ്ടല്ലോ, അവിടെ നമ്മുടെ ഫ്രണ്ട് പീസ് വെച്ചിട്ട് നമുക്കൊരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. സിംഗിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ആദ്യം. ബാലൻസ് വരുന്ന മെയിൻ ക്ലോത്ത് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് കട്ട് ചെയ്യാണ്ടും ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പോയിന്റിലാണ് വെക്കേണ്ടത്. കയറി ഇറങ്ങി പോയി കഴിഞ്ഞാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഞാനിവിടെ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ലൈനിങ്ങിന് ഇതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ മറച്ചിട്ടിട്ട് ഒരു സ്റ്റിച്ചും കൂടി ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ ഒന്നും കൂടി സ്ലോ ചെയ്ത് കണ്ടാൽ നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഈ എഡ്ജിലൊന്ന് കെട്ടിട്ടെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ പുറത്ത്, അതായത് നല്ല വശത്തേക്ക് എടുത്ത് നോക്കിയാൽ ഇതുപോലെ ആയിരിക്കും നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് കിട്ടുന്നുണ്ടാവുക. ഓക്കെ, ഇതിൻ്റെ ബാക്ക് സൈഡ് ഇതുപോലെയും നമുക്ക് കിട്ടും. ഇതേപോലെ തന്നെ നമുക്ക് വേറെ മറ്റേ സൈഡത്തെ ഷോൾഡറും കൂടി ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പം അതും ഇതേപോലെ തന്നെയാണ് കേട്ടോ. നേരത്തെ ചെയ്ത പോലെ തന്നെ ഫ്രണ്ട് പീസിൻ്റെ നല്ല വശവും ബാക്ക് പീസിൻ്റെ നല്ല വശവും വെച്ചിട്ട് ആ നമ്മൾ പതിച്ചടിച്ചുവല്ലോ ബാക്ക് സൈഡത്തെ ലൈനിങ്, ആ പോയിൻറ്റിൽ ഫ്രണ്ട് പീസ് വെച്ചിട്ട് ആദ്യം ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ലൈനിങ്ങിനെ ഒന്ന് ഈ മെയിൻ പീസിൻ്റെ മുകളിലേക്ക് തിരിച്ചിട്ടിട്ട് രണ്ടാമത്തെ സ്റ്റിച്ചും കൂടി ചെയ്തിട്ട് നമുക്ക് തിരിച്ചു കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് സൈഡത്തും ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്യുമ്പോൾ നെക്കും ഷോൾഡറും ഫിനിഷിംഗ് ആയിരിക്കും. തയ്യൽ തുമ്പൊന്നും കാണാതെ നല്ല ഫിനിഷിങ്ങിൽ തന്നെ നമുക്ക് കിട്ടും. നമുക്ക് ആ ബാക്ക് നെക്കും കൂടി ആ ഒരു സൈഡിൽ, അതായത് ആ ഒരു പോയിൻ്റ് നമ്മൾ ഫ്രണ്ട് പീസ് ചെയ്ത പോലെ ആ ഒരു എൻഡിങ്ങിലായിട്ട് ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യണമെന്നില്ല, നേരത്തെ പറഞ്ഞ പോലെ ലൈനിങ് വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല അയൺ ചെയ്തെടുത്താൽ ഇതിനെക്കാട്ടിലും കാണാൻ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. ഇനി നമുക്ക് മെയിൻ പീസിലേക്ക് ബാക്കും കൂടി ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക.
ഇനി അടുത്ത് നമുക്ക് ബാക്ക് സൈഡത്തെ ടക്കാണ് കേട്ടോ പിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം ടക്ക് പിടിച്ചിട്ട് പിന്നെ നമുക്ക് പീസ് വെച്ച് അടിച്ച് തിരിക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ടക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. രണ്ട് ഭാഗത്തും ഒരേ അളവ് വരുന്ന പോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ കട്ടിങ് ചെയ്യുന്ന സമയത്ത് തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതേ മാർക്കിങ്ങിലൂടെ അടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് കെട്ടിട്ട് എടുക്കുക, കെട്ടിട്ടിട്ട് അടിക്കുക. ഈ ലാസ്റ്റ് ആ പോയിൻറ്റിൻ്റെ അവിടെ വരുമ്പോൾ വെറുതെ ഇതേപോലെ അടിച്ചു വിടാം കേട്ടോ. ഡബിൾ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ ചെയ്യാം, ഞാനിവിടെ സിംഗിൾ സ്റ്റിച്ചേ ചെയ്യുന്നുള്ളൂ. അതേപോലെ രണ്ട് സൈഡത്തെ ടക്കും ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് താഴ്ഭാഗം മറച്ചടിക്കാനുള്ള തുണിയും കൂടി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ലൈനിങ് പീസാണ് ഇവിടെ എടുക്കുന്നത്. ഞാനിവിടെ 2 ഇഞ്ച് പീസ് കട്ട് ചെയ്തിട്ട് 1/2 ഇഞ്ച് ഫോൾഡ് ചെയ്ത് അടിച്ചിട്ടുണ്ട്. നമുക്ക് 1/2 ഇഞ്ച് 2 പീസും കൂടി ജോയിൻ ചെയ്യാനും തിരിച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ 1 ഇഞ്ച് കറക്റ്റായിട്ടുള്ള ആ ഒരു പീസ് കിട്ടും. അതുകൊണ്ട് ഞാൻ 2 ഇഞ്ചാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതേപോലെ 1/2 ഇഞ്ച് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ ടക്കിൻ്റെ ആ ഭാഗം വരുമ്പോൾ ഈ പീസിൽ നേരത്തെ ഹുക്കിൻ്റെ ഭാഗത്ത് ചെയ്ത പോലെ തന്നെ ചെറിയൊരു ഫ്ലീറ്റ് കൊടുക്കുക കേട്ടോ. ഒരു 2 പോയിൻറ്റിനൊക്കെ മതിയാവും, ചെറിയ ഫ്ലീറ്റ് കൊടുക്കുക. അതേപോലെ തന്നെ ഈ ടക്കിൻ്റെ അവിടെ വരുമ്പോഴും നേരത്തെ ചെയ്ത പോലെ തന്നെ 2 പോയിൻറ്റിന് ചെറുതായിട്ടൊന്ന് മടക്കിയിട്ട് ഫ്ലീറ്റ് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ വലിച്ച് പിടിച്ചല്ലാതെ നല്ല ഫ്രീ ആയിട്ട് തന്നെ ബാക്ക് സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്കിതൊന്ന് പതിച്ചടിച്ച് കൊടുക്കുക. ലൈനിങ് പീസിൻ്റെ മുകളിലേക്ക് പതിച്ചടിച്ച് കൊടുക്കുക. ഇനി അടുത്തതായിട്ട് ഈ പീസിനെ നമുക്ക് നമ്മുടെ മെയിൻ പീസിലേക്ക് ഇതേപോലെ വെച്ചിട്ട് ഈ പീസിൻ്റെ ആ പോയിൻറ്റിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ആ ഫ്ലീറ്റിൻ്റെ ഭാഗം വരുമ്പോൾ ഒന്ന് കറക്റ്റായിട്ടൊന്ന് ആ പീസ് വിരിച്ച് കൊടുക്കുക. അതല്ലെങ്കിൽ അവിടെ കുമിഴ് കുത്തിയ പോലെ ഉണ്ടാവും കേട്ടോ, ഈ പൊന്തി നിൽക്കുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ കറക്റ്റായിട്ട് വെച്ചിട്ട് ആ പോയിൻറ്റിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ബാക്ക് സൈഡത്തെയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഫ്ലീറ്റ് വെച്ച് അടിക്കുമ്പോൾ ഇതേപോലെ നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനി അടുത്തത് സൈഡ് ജോയിൻ ചെയ്തെടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ സൈഡ് നമ്മൾ ഇതിൻ്റെ മുമ്പ് മാർക്കിങ് ചെയ്യുമ്പോൾ തന്നെ അളവൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ അളവിൽ സൈഡ് ജോയിൻ ചെയ്ത് കൊടുക്കുക. നമ്മൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ സ്ട്രൈറ്റ് ആയിട്ടായിരിക്കും നമ്മൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ചെരിഞ്ഞിട്ടോ അതല്ലെങ്കിൽ ബ്രസ്റ്റിൻ്റെ ഭാഗം ഇങ്ങനെ കുമിഴ് കുത്തിയ പോലെയോ ഉണ്ടെങ്കിൽ ഇടുമ്പോൾ ഒരു പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാവില്ല. ഓക്കെ, അതുകൊണ്ട് സൈഡ് ജോയിൻ ചെയ്യുന്നത് മെയിനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ സൈഡൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പം ഞാൻ ചെയ്യുന്നത് അളവ് ബ്ലൗസ്, കസ്റ്റമർ തന്ന അളവ് ബ്ലൗസ് വെച്ചിട്ടാണ്. അപ്പോൾ അളവ് ബ്ലൗസിൽ അവർക്ക് 4ാമത്തെ ടക്ക് അവർ കൊടുത്തിട്ടുണ്ട്, 4th ടക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 38 സൈസ് ബ്ലൗസ് ആയതുകൊണ്ട് 4ാമത്തെ ടക്കിൻ്റെ ആവശ്യമില്ല. എന്നാൽ കസ്റ്റമർ തരുമ്പോൾ പറഞ്ഞത് ഇതിലുള്ള 4 ടക്കും വേണമെന്നാണ് കേട്ടോ. അപ്പോൾ അതേപോലെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു 4 ഇഞ്ചിന് മാത്രം അവർ ടക്ക്, അതിൽ അളവ് ബ്ലൗസിൽ അത്രയേ ഉള്ളൂ. അപ്പോൾ 4 ഇഞ്ചിന് മാത്രം ആ ടക്കൊന്ന് ഇവിടെ പിടിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നേരത്തെ അവർ പറഞ്ഞത് കൊണ്ട് തന്നെ ഞാൻ കട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സൈഡ് സ്റ്റിച്ച് തയ്യൽ തുമ്പ് വരുന്നുണ്ടല്ലോ ആ ഭാഗത്തായിട്ട് ടക്കിനുള്ള അളവ് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സൈഡ് ജോയിൻ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും. ഇനി നമുക്ക് നേരത്തെ മാർക്ക് ചെയ്ത ആ മാർക്കിങ്ങിലൂടെ തന്നെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. പിന്നെ ജോയിൻ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, എപ്പോഴും തയ്യൽ തുമ്പ് കണക്കാക്കി ഒരേപോലെ വെച്ചിട്ട് ചെയ്യരുത്. നമ്മൾ ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും ഉള്ള മാർക്കിങ് കറക്റ്റായിട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് കറക്റ്റ് അളവ് കിട്ടുക. അല്ലാതെ തയ്യൽ തുമ്പ് കറക്റ്റാക്കിയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഫ്രണ്ട് പീസും ബാക്ക് പീസും തമ്മിൽ വ്യത്യാസം വരും, അളവുകളിലും വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇതേപോലെ തന്നെ 2 സൈഡും കറക്റ്റായിട്ടുള്ള അളവിൽ വെച്ചിട്ട് സൈഡ് ജോയിൻ ചെയ്ത് കൊടുക്കുക. പിന്നെ അതേപോലെ നമ്മൾ എക്സ്ട്രാ 2 സ്റ്റിച്ചും കൂടി കൊടുക്കുമല്ലോ, അപ്പോൾ അതും ഒന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് സ്പീഡാക്കുകയാണ്. ഒരുപാട് സ്ലോ ആകുമ്പോൾ വീഡിയോ ഒരുപാട് ലെങ്തായി പോവും. അപ്പോൾ അതുകൊണ്ട് ഇപ്പം നമ്മൾ ചെയ്ത അതേ രീതിക്ക് തന്നെയാണ് മറ്റേ സൈഡും ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ 2 ഭാഗത്തും സൈഡ് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവാണ് ജോയിൻ ചെയ്യേണ്ടത്. അപ്പോൾ സ്ലീവ് കറക്റ്റായിട്ട് ചീത്ത വശം മടക്കി വെച്ചിട്ട് അളവ് ബ്ലൗസ് ആണെങ്കിൽ അളവ് ബ്ലൗസ്, അതല്ല ബോഡിയിൽ നിന്ന് അളവാണെങ്കിൽ ആ അളവിൽ സ്ലീവ് റൗണ്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ അളവ് ബ്ലൗസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അളവ് ബ്ലൗസിൻ്റെ സ്ലീവിൻ്റെ റൗണ്ട് എത്രയാണോ അതേ അളവ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സ്ലീവിൻ്റെ ആ കൈക്കുഴിയുടെ ഭാഗവും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ഫ്രണ്ട് പീസ് ഇതേപോലെ എടുത്തിട്ട് കറക്റ്റ് ആ ഷോൾഡർ ജോയിൻ ചെയ്യുന്ന ആ ഭാഗവും
സ്ലീവും കറക്റ്റ് ഇതേപോലെ വെച്ച് നോക്കിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് മാർക്ക് ചെയ്യുമ്പോൾ തന്നെ സ്ലീവ് കറക്റ്റ് ചെയ്യണം എന്നുള്ളതും കൂടി നമ്മുടെ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ 2 സ്ലീവും നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് എക്സ്ട്രാ 2 സ്റ്റിച്ചും കൂടി കൊടുക്കുമല്ലോ, അതേപോലെ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ സ്ലീവ് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. സ്ലീവിൻ്റെ നല്ല വശം മുകളിലേക്ക് വരുന്ന പോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇനി അടുത്തതായിട്ട് നമുക്ക് ഫ്രണ്ട് പീസ് ഇതേപോലെ എടുത്തിട്ട് ഫ്രണ്ട് പീസ് ചീത്ത വശമാണ് വെക്കേണ്ടത്, സ്ലീവ് നല്ല വശം ഇതേപോലെ വെക്കുക. എന്നിട്ട് നമുക്ക് സ്ലീവ് കറക്റ്റായി ജോയിൻ ചെയ്യുന്നതല്ലോ ആ ഭാഗം ഇതേപോലെ എടുക്കുക. ഒന്നില്ലെങ്കിൽ ഇതുപോലെ ഉള്ളിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക, അതല്ലെങ്കിൽ സ്ലീവിന് കൈക്കുഴിയുടെ ഈ ഭാഗത്തായിട്ട് ഇതേപോലെ ഒന്ന് കടത്തി കൊടുക്കുക. എന്നിട്ട് ഈ 2 ജോയിൻറ്റും കറക്റ്റ് ഇതേപോലെ വരുന്ന പോലെ വെക്കുക കേട്ടോ. ഇതുപോലെ ആയിരിക്കണം നിങ്ങൾ സ്ലീവ് വയ്ക്കുമ്പോൾ വരേണ്ടത്. എന്നിട്ട് നമുക്ക് ഈ തയ്യൽ തുമ്പിനെ ബാക്ക് സൈഡിലേക്കായിട്ട് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. സ്ലീവിൻ്റെ തയ്യൽ തുമ്പും ബാക്ക് സൈഡിലേക്കായിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് സ്ലീവ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗവും ഷോൾഡറിൻ്റെ സെൻറ്റർ ഭാഗവും കറക്റ്റായിട്ട് വെച്ച് നോക്കുക. അപ്പോൾ ഇതുപോലെ വെച്ച് നോക്കുമ്പോൾ സ്ലീവിനെക്കാട്ടിലും ബോഡി പോർഷൻ ചെറുതാണെങ്കിൽ ബോഡി പോർഷൻ ചെറുതായിട്ടൊന്ന് വലിച്ചു കൊടുത്തിട്ട് സ്ലീവ് ഫ്രീ ആയിട്ട് വിട്ടു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്ത ശേഷം നല്ല ഫിനിഷിങ് ഉണ്ടാവും. സ്ലീവ് ഒരിക്കലും വലിക്കരുത്. സ്ലീവ് കൂടുതലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്ലീവ് കൂടുതലും ബോഡി പോർഷൻ ചെറുതാണെങ്കിൽ മാത്രം ബോഡി പോർഷൻ വലിച്ചടിച്ചാൽ മതി. സ്ലീവ് ചെറുതും ബോഡി പോർഷൻ വലുതാണെങ്കിൽ സ്ലീവ് വലിച്ചടിക്കരുത്. അത് പിരിച്ചിട്ട് സ്ലീവ് ഒന്ന് ലൂസ് ചെയ്ത് കൊടുത്തിട്ട് അടിച്ചാൽ മതി കേട്ടോ. ഇതേപോലെ നമുക്ക് 2 സ്ലീവും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ 2 സ്ലീവ് ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. അപ്പോൾ ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല വൃത്തിയായിട്ട് നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള ബ്ലൗസ് തന്നെ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്യാൻവാസ് അതല്ലെങ്കിൽ എക്സ്ട്രാ പീസ് വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് നെക്കും നല്ല ഫിനിഷിങ്ങിൽ കിട്ടും, ഹെമ്മിങ് ചെയ്യാനുള്ള ആവശ്യം വരില്ല. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യാനും പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.